ഹലോ ഗൈസ്, ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിൽ നമ്മുടെ അഞ്ജലിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി, ശ്രുതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന്. അപ്പം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്ന് നമ്മുടെ അഞ്ജലി പഴയ പോലെ അല്ലെങ്കിൽ കൂടിയും ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ സംസാരിക്കുവാട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശിയും കൂടെയുണ്ട്. അതിനുശേഷം അഞ്ജലി ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോ മോളെ, അവൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, എല്ലാം നിന്റെ തോന്നലാണ്. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഈ വീട് പഴയ പോലെ സന്തോഷം നിറഞ്ഞതാകും. ഇപ്പോൾ അവൾ തൽക്കാലം എല്ലാവരോടും ഒരു അകലം പാലിക്കുന്നേന്നുള്ളൂ. അത് അവളുടെ സങ്കടം കൊണ്ടാണെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാട്ടോ. പിന്നീട് നമ്മുടെ ശ്രുതി രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന നേരം നമ്മുടെ അശ്വിൻ, ശ്രുതി ഉറങ്ങുവാട്ടോ. അപ്പൊ അശ്വിൻ ശ്രുതി ഉറങ്ങി എന്ന് വിചാരിച്ച് നമ്മുടെ അശ്വിൻ പറയുവാണേ, ഇന്ന് ഞാൻ എല്ലാം ചേച്ചിയോട് തുറന്നു പറഞ്ഞു ശ്രുതി. ചേച്ചിക്കെല്ലാം നിന്റെ തെറ്റിദ്ധാരണ, നിന്നില് ഒരു തെറ്റുമില്ലാന്ന് നമ്മുടെ ചേച്ചിക്ക് മനസ്സിലായി. ഇപ്പൊ ചേച്ചിയോട് എന്ന പോലെ തന്നെ നിന്നോടും എനിക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ജീവനാണ്, സ്നേഹമാണ് നിന്നോട് എന്നൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അശ്വിൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നേ. ചിലപ്പോൾ നീ എണീറ്റിരിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നുണ്ടേ. അടിപൊളി രംഗങ്ങളാട്ടോ കൂട്ടുകാരെ അത്. പിന്നീട് അപ്പുറത്ത് നമ്മുടെ സെലിനെ കാണാൻ വീണ്ടും രാത്രി ശ്യാം വരുന്നുണ്ട്. എന്നിട്ട് ശ്യാം വന്ന് സെലിനോട് പറയുന്നുണ്ട്, എനിക്ക് അഞ്ജലിയെ ഈ നിമിഷം കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സെലിൻ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പൊയ്ക്കേ, നിങ്ങൾ എന്ത് വട്ടാണ് ഈ കാണിക്കുന്നത്, ഇത് വെറുതെ അപകടം വിളിച്ചു വരുത്താനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനോരമ ഈ ശ്യാം വന്ന് നമ്മുടെ സെലിനോട് സംസാരിക്കുന്നത് കാണുന്നുണ്ട് കൂട്ടുകാരാ. പിന്നെ എന്തൊക്കെ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? നമ്മുടെ മനോരമയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സെലിന് രക്ഷയില്ല എന്ന് തോന്നുന്നു അല്ലേ കൂട്ടുകാരെ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.